ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഹൈബ്രിഡ് വഴുതനകളാണ് കേട്ടോ. ഇത് ഞാൻ ചെറുതിലെ തൈ മേടിച്ചതാണ്. 4 തൈകളാണ് മേടിച്ചത്. അന്ന് പിന്നെ പൊടിക്കോ ഇല്ലേ എന്നറിയാത്തത് കൊണ്ട് 2 വെച്ച് ഓരോന്നിനകത്ത് നട്ടു. ഓരോ ചട്ടിക്കകത്ത് 2 വെച്ചിട്ടാണ് നട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് വെള്ളയും ഉണ്ട്, അതുപോലെ തന്നെ വയലറ്റും ഉണ്ട്. രണ്ടും 2 കളറിലാണ് കേട്ടോ. ഇതങ്ങനെ. അതുപോലെ തന്നെ ഈ ഒരു ചട്ടിക്കകത്തുള്ളത് വയലറ്റ് മാത്രമാണ്. അതിപ്പോൾ കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ ഒരു കൊലയ്ക്കകത്ത് ഒത്തിരി കായകളായിട്ട് ഇങ്ങനെയാണ് കായ്ക്കുന്നത് കേട്ടോ. ഇത് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് കോൺക്രീറ്റ് ചട്ടികളാണ്. കോൺക്രീറ്റ് ചട്ടികളാകുമ്പോൾ കുറച്ച് വിസ്താരമുള്ള ചട്ടികൾ എടുക്കുകയാണെങ്കിൽ ധാരാളം മണ്ണ് കൊള്ളുകയും അതുപോലെ തന്നെ നന്നായിട്ട് അതിന് വളരാനുള്ള സ്പേസ് കിട്ടുകയും ചെയ്യും. അതുപോലെ ഇതിനകത്ത് പോട്ടിംഗ് മിക്സായിട്ട് ഞാൻ ചാണകപ്പൊടിയും അതുപോലെ മണലും ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. മണൽ ഒത്തിരി യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഒത്തിരി മണ്ണിങ്ങനെ ടൈറ്റായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടും ആണ് ഇങ്ങനെ മണൽ യൂസ് ചെയ്തിരിക്കുന്നത്. മണലും അതുപോലെ തന്നെ കൊക്കോപ്പീറ്റും. പിന്നെ നമ്മൾ ഏറ്റവും അടിയിൽ, ഇതൊരു വലിയ ചട്ടിയായത് കാരണം തന്നെ ഇതിൻ്റെ ഏറ്റവും അടിയിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ നമ്മുടെ കരിയിലയില്ലേ, മരങ്ങളുടെ ഇലയും അതുപോലെ തന്നെ ഗാർഡനിൽ നിന്ന് കിട്ടുന്ന പില്ലും ഒക്കെയാണ്. അതൊക്കെയാണ് ഇതിൻ്റെ അടിയിൽ ഫില്ലിംഗ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് മണലും ചാണകപ്പൊടിയൊക്കെ ആയിട്ടുള്ള ഒരു പോട്ടിംഗ് മിക്സ് കൂടി ഇതിൻ്റെ മേലിലേക്ക് നിറച്ചിട്ടാണ് ഇതിൻ്റെ തൈകൾ നട്ടിരിക്കുന്നത് കേട്ടോ. ആദ്യം തന്നെ നടുമ്പോൾ നമ്മൾ ഇത്രയും മണ്ണ് യൂസ് ചെയ്യില്ല, വളരെ കുറച്ച് മണ്ണ്, പിന്നെ വളരുന്നതനുസരിച്ച് കുറേശ്ശെ മണ്ണ് ഫില്ല് ചെയ്താണ് ഇത്രയും മണ്ണിലെത്തിയിരിക്കുന്നത്. ഇതിപ്പോൾ കായ്ക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. കായകൾ കുറച്ചുകൂടി വലുപ്പം വയ്ക്കും. ഇത് എത്ര സൈസാണെന്ന് അറിയില്ല. ഞാനന്നൊരു ചെറിയ ഫോട്ടോ കണ്ടതാണ്. ഇതിൻ്റെ എത്രത്തോളം വരുമെന്നുള്ളത് അറിയില്ല. കായ്ച്ച് കഴിയുമ്പോൾ നല്ല ഹാർവെസ്റ്റിംഗ് ആകുമ്പോൾ കാണിക്കാം.